ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കല്ലേ? നിങ്ങളൊക്കെ നനച്ചുള്ളി പണി കഴിഞ്ഞു? ഇന്റേത് ഇത് തേയില തച്ചുന്ന മാതിരി എന്ന് പറയുന്ന മാതിരി ഓരോന്നായിട്ട് ഇങ്ങനെ നീച്ചു വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് നനച്ചുള്ളി പണി വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. അപ്പൊ ആദ്യം തന്നെ രാവിലെ തന്നെ ഇതാക്കുന്ന ഒരാൾ വല്ല ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിരുന്ന് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. നമ്മൾ നിയമോളെ പരീക്ഷ കഴിഞ്ഞു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മമാനെ വിളിച്ച് വരുത്തി ഇമ്മമ്മ വന്ന് ഓളെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഓല് രാവിലെ തന്നെ ഓല് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ സെനിമോന് തുള്ളി മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണേ. അന്നൊരു ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ 8 മണി തൊട്ട് തുള്ളി മരുന്ന് കൊടുക്കലുണ്ട്. അപ്പോൾ വെയിലാവണീനെ മുന്നേ വേഗം കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങാണ് കേട്ടോ. അജുക്കുട്ടനാണ് കേട്ടോ മാറ്റി കൊടുക്കണതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, തുള്ളി മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തു, വോട്ട് ചെയ്ത അടയാളമൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ചെയ്തു പോന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി നമ്മുടെ പാത്രം കഴുകൽ തന്നെയാണ് കേട്ടോ. പാത്രം സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ വലിയ പരിപാടിയൊന്നുമില്ലാന്ന്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഞാൻ ആകെ ഒരു ഇതായിന്. അപ്പം അതങ്ങനെയാണല്ലോ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ. പിന്നെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒരു 3 കയറ് വെച്ചിട്ട് കെട്ടിയിട്ടതേന് കേട്ടോ. അപ്പോൾ കയറ് മുറിക്കാതെ കിട്ടുമെന്ന് പലവട്ടം ശ്രമിച്ചെങ്കിലും കയറ് അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നില്ല കേട്ടോ. പാത്രം സ്റ്റാൻഡ് ചാടരുതല്ലോ, ആ ഒരു രീതിയിലാണല്ലോ കെട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചെടുക്കാനും ആ ഒരു രീതിയിൽ തന്നെ കഷ്ടപ്പെടുവാണോ. അങ്ങനെ 3 കെട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കെട്ട് പുറത്തു കൂടെയാണ് കെട്ടിക്കുന്നത്. ആ കെട്ട് അയക്കാനും ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ 2 കെട്ട് അജു ഇങ്ങനെ കത്തി വെച്ചിട്ട് അറുക്കാണ് കേട്ടോ ചെയ്യണത്. ഓരോ ദിവസം ഓരോന്നായിട്ട് അപ്പോഴും ക്ലീൻ ചെയ്തും അതിൻ്റെ അടിയിൽ ഓരോ ദിവസം ബ്രേക്ക് എടുത്തും അങ്ങനെ നമ്മളിപ്പോൾ ഒരു മാസത്തോളമായി നനച്ചുള്ളിപ്പണി തുടങ്ങിയിരിക്കണേ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി നിർത്തൽ നമ്മൾ നോമ്പിൻ്റെ തലേദിവസം അങ്ങനെ നിർത്തലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം സ്റ്റാൻഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് അവിടേക്ക് ആകെ നമ്മുടെ ഷീറ്റൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്. അതൊക്കെ ആകെ കയറിപ്പാറി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നത്. അതിൻ്റെ പുറത്തൊരു സീലിങ്ങിൻ്റെതായി ഒരു പച്ച നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ഞാൻ ആ നെറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആ കയറി പറഞ്ഞ ഷീറ്റൊക്കെ ചുരുണ്ട് കൂടി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു സാധനം അവിടെ ശരിയാക്കി നമുക്ക് നെറ്റ് ശരിയാക്കണം. ഇന്നിപ്പോൾ ഈ പരിപാടി നിരീക്ഷിച്ചതല്ല കേട്ടോ. ആ പാത്രം സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് തുടങ്ങിയപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരികയാണല്ലോ പണി. അപ്പോൾ ഇവിടെ ആദ്യം ശരിയാക്കിയിട്ട് പിന്നെ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതാക്കാം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അവിടെ ശരിയാക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ അവിടെ നിന്ന് അറുത്ത് മാറ്റി. ഇനി മഴ ആകുമ്പോഴേക്കും പുതിയ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കെട്ടും. പ്ലാസ്റ്റിക് പിന്നെ അധിക കാലമൊന്നും നിൽക്കില്ല കേട്ടോ. വെയിലും മഴയൊക്കെ കൊണ്ട് ഒരുമിച്ച് പെട്ടെന്നുണ്ട് കേടുവരാൻ. ഇന്ന് പിന്നെ സെനിമോന് വന്നുകാണ്ട് വേഗം ഉറങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഇന്ന് ചോറും കറിയൊന്നും വല്ലാതെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതൊന്ന് ആ സമയത്ത് എടുത്തൊന്ന് ചൂടാക്കിയാലും ചോറൊന്ന് തിളപ്പിച്ചാലൊക്കെ മതി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ജാതി കുസിനിപ്പണിക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ തണ്ടുതുറപ്പും പണിക്കൊന്നും നേരം കിട്ടൂല കേട്ടോ. ചിലപ്പോൾ നമ്മൾ പലതും വിചാരിച്ചും, പക്ഷെ ചില ദിവസം ആ വിചാരിച്ചത് തന്നെ ഫുള്ള് ആക്കാനും പറ്റൂല. ഇതിപ്പോൾ മുതലാളിയും തൊഴിലാളിയും ഞാൻ തന്നെ ആയതുകൊണ്ട് അങ്ങോട്ടും ഞാൻ പോയി വലിച്ചണം, ഇങ്ങോട്ടും ഞാൻ പോയി വലിച്ചണം. അപ്പോൾ അജുവിനെ ആ ഒരു പരിപാടിക്ക് ഓന് കിട്ടിയില്ല കേട്ടോ. ഓന് ഓരോ തോന്നുമ്പോൾ ഇങ്ങനെ കൂടിത്തരും, അല്ലെങ്കിൽ ഓന് കൂടില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ പിടിച്ച് വലിച്ച് ഇതേപോലെ കയറ് വെച്ച് കെട്ടണം കേട്ടോ. അപ്പം ഇങ്ങനെ കയറ് വെച്ച് ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ കാറ്റൊക്കെ അടിച്ചുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊന്നും വല്ലാതെ ഒന്നും പാറൂല.
പഠിച്ചോ വിചാരിച്ചൊരു കാറ്റടിച്ചാൽ പാറും ചെയ്യും. പക്ഷെ ചെറിയ കാറ്റിനൊന്നും പാറൂല കേട്ടോ, അങ്ങനെ നിൽക്കും. പിന്നെ ഒരു കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അജു എല്ലാ പണിക്കും കൂടും, പെണ്ണൊരു പണിക്കും കൂടൂല, ആ പെണ്ണിനെയും കൊണ്ട് പണിയെടുപ്പിച്ചണം, ഇങ്ങനെയൊക്കെ വളർത്തിയ ഏത് വിധത്തിലാകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ രണ്ട് മക്കളെയും ഞാൻ അത് ഇത് ചെയ്യുന്നൊന്നും പറഞ്ഞ് പിടിച്ച് കൂട്ടണതല്ല കേട്ടോ. പക്ഷെ ആള് വേണമെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ മാത്രമേ കാരണം കണ്ടിട്ടുണ്ടാകും കേട്ടോ. കമന്റ് ഇട്ട ആള് നിയമോള് വേറെ വല്ല വീഡിയോസിലും ഇങ്ങനെ കൂടിത്തരലും ഒക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ തന്നെ ശരിക്ക് അന്ന് ആ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നില്ലേ, ആ വീഡിയോയിലാണ് കേട്ടോ ആളങ്ങനെ കമന്റ് ഇട്ടിരിക്കുന്നത്. അന്ന് ആ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നിയമങ്ങളൊക്കെ കൂടി തരുന്നതൊന്നും ആ ഭാഗം വേണമെങ്കിൽ ചിലപ്പോൾ ആള് കണ്ടിട്ടും ഉണ്ടാവില്ല. രണ്ടാൾക്കും പോലും മനസ്സിക്ക് തോന്നിക്കണമെങ്കിൽ ഒരു രണ്ടാളും കൂടി തരും കേട്ടോ. പിന്നെ ഞാൻ എടുക്കണ എല്ലാ പണിക്കും കൂടിത്തരി പറഞ്ഞിട്ട് അങ്ങനെ പറയലുമില്ല. ഒരു ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കൂടിത്തരും. പിന്നെ ഓലയായിട്ട് വലിച്ചിട്ടതൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഞാനൊക്കെ റെഡിയാക്കി വെച്ച് ശരിയാക്കിയിടും പോലായിട്ട് വലിച്ചിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓല ബുക്കും ഓല തുണികളൊക്കെ. അപ്പം അതൊക്കെ ഞാൻ മടക്കിക്കാനും എടുത്തക്കാനൊക്കെ അതേമാതിരി പറയും. അല്ലാതെ പോയി എല്ലാതും ഞാൻ എടുക്കണ എല്ലാ പണിക്കും അതെടുക്ക് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിന് കൂടി തരൂല്ല. എന്തായാലും മക്കൾക്ക് ദേഷ്യം പിടിച്ചു നമ്മൾ ആ ഒരു രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ. അപ്പം അത് ആ ഒരു രീതിയിലൊക്കെ കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ ആ കുട്ടീനെ അങ്ങനെ വളർത്തുന്നു ഈ കുട്ടീനെ എങ്ങനെ വളർത്തുന്നു ഒക്കെ ഓരോരുത്തരും ഓരോ ഇൻട്രസ്റ്റ് ആണ്. കുട്ടികൾക്ക് ഓൽക്ക് ആ ജോലി ചെയ്യാൻ കൂടി തരൽ ഓരോ ഇൻട്രസ്റ്റ് അല്ലേ, ആ ഒരു രീതിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ എല്ലാതും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുമല്ലോ, ഓലൊക്കെ സ്വന്തം കാര്യങ്ങൾ ഓലന്നെയാണ് കേട്ടോ ചെയ്യുക. അതിപ്പോൾ ഈ നിയമോളായാലും അച്ചു ആയാലും ഓല കാര്യങ്ങൾ ഓല ഡ്രസ്സ് ഇടലും, നിയമോൾ ചെറിയ ആ ഒരു 3 വയസ്സ് ആ ഒരു പ്രായമായ മുതലേ ഓളെ ഡ്രസ്സ് ഓളെന്നെ സെലക്ട് ചെയ്ത് ഓളെന്നെ സ്വന്തം ഇട്ട് ഓളെന്നെ പല്ല് തേക്കലും ഒക്കെ ഞാൻ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, എല്ലാം ചെയ്യണുണ്ടോ കറക്റ്റ് ആവണ്ടോ എന്നുള്ളത്. നല്ലൊരു രീതിക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാത്രം കഴുകിയൊക്കെ തരും, അതൊക്കെ വിറ്റാണ്. അതൊന്നും ഞാൻ ഇതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ആള് വൈകുന്നേരത്ത് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് 2-3 പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകിയൊക്കെ തരും ആള്. അതിന് സോപ്പും വെള്ളമൊക്കെ കുറച്ചധികം വേണ്ടി വരുന്നുള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പാത്രങ്ങളൊക്കെ എല്ലാം വലിച്ച് റെഡി ആയി നിൽക്കണം കേട്ടോ മോറാന്. അപ്പൊ ഞാന് നമ്മുടെ സെബീന പൊടിയില്ലേ അതും വിമ്മും കൂട്ടിയിട്ടാണ് കേട്ടോ ഒരച്ചാൻ നോക്കുന്നത്. അപ്പൊ അജുവിന് എനിക്കൊരു പണിയില്ല എന്നുള്ള പരാതിയിൽ വള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പൊ എന്നാ ഞാൻ കരുതി ഓനൊരു ചെറിയ പണി കൊടുക്കാന്നുള്ളത്. അപ്പൊ ഓനോട് പറഞ്ഞു ഈ തിണ്ടുമ്മലൊക്കെ പൊടിയുണ്ട്, അപ്പോൾ കഴുകിയിട്ട് പാത്രങ്ങൾ ഈ തിണ്ടുമ്പോൾ നിരത്തി വെക്കാന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ അവിടുന്ന് ഉണങ്ങിയിട്ടാണ് എടുത്തേക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്റ്റാൻഡിന്റെ ആ ഭാഗം ഒക്കെ ഒന്ന് മാറാലേക്ക് ഒന്ന് തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ടേനും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ തിണ്ടൊന്ന് കഴുകി നന്നാക്ക്, പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ വെക്കാറിട്ട് ഇപ്പൊ വെള്ളം കൊണ്ടുവന്നിട്ട് അതാണ് കേട്ടോ പരിപാടി. പിന്നെ നമ്മുടെ നിയമമുണ്ടല്ലോ അവിടെ പോയിട്ടും നനച്ചുള്ളി പണിയും പരിപാടിയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് 2 ദിവസമായ വീഡിയോ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം കൊണ്ടില്ല നനച്ചുള്ളി പണിക്കൊക്കെ ആള് നല്ല സജീവമായിട്ട് കൂടുന്നുണ്ട്. കാരണം വെള്ളവും സോപ്പ് ഉണ്ടെങ്കിൽ ആള് ഏത് പണിക്കും കൂടി തരും കേട്ടോ. അപ്പം നമ്മുടെ അജു അവിടെയൊക്കെ കയറി നിന്നൊക്കെ വെള്ളമൊക്കെ ഇതാക്കണ്ട കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നും ഇല്ല, അത് ഉണങ്ങും, വെയിലല്ലേ, നല്ല ഉഷാറ് വെയിലാണ്. ഞാനാണെങ്കിൽ നല്ല വരതലാണ് കേട്ടോ. നമ്മുടെ മീനപ്പൊടിയും വിമ്മും ഇട്ടിട്ട് ആണ് കേട്ടോ ഓരത്തുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ ദിവസമായി ഈ ഒരു രീതിയിലൊക്കെ കഴുകിയിട്ട്, അല്ലെങ്കിൽ കരിയിട്ട് കൂറിയാലും മതി. അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് കുറേ ആയിട്ടോ. സാധാ സോപ്പും ചണ്ടി ഉപയോഗിച്ച് കഴുകും. അതിൻ്റെ ഇടയ്ക്ക് കറല്ലതൊക്കെ ആണെങ്കിൽ ഒന്ന് കമ്പിച്ചണ്ടി ഇട്ടൊന്നും വരരുതും.
പക്ഷെ ഇങ്ങനെ നല്ലൊരു രീതിയിൽ ചിപ്പിൽ കുന്തിയിട്ട് കുറേ ആയിട്ടോ. ഇപ്പൊ പ്രഗ്നന്റ് ആയതിന്റെ ശേഷം ആ ഒരു പരിപാടിക്കൊന്നും അങ്ങനെ തുനിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ നിലത്തുണ്ട് കേട്ടോ, ഒക്കെപ്പാടെ കയറ്റി വെക്കാൻ സ്ഥലമല്ല. പിന്നെ ഈ വാഷ് ബേസ് ഉണ്ടല്ലോ, ഈ വാഷ് ബേസ് നിൽക്കണ എന്താ സാധനം എന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ, പഴയ ഫ്രിഡ്ജാണ് ഇത്. കുഞ്ഞുട്ടി വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതൊരു മീൻകുളമാക്കിയതേനി കേട്ടോ. അപ്പൊ ആ മീനുകളൊക്കെ മീനുകളൊക്കെ എന്താ ചത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അവിടെ വെറുതെ കിടക്കുന്ന സാധനമായിരുന്നു. അങ്ങനെ പിന്നെ ഇമ്മ വന്നതിന് ശേഷം ആണ് അത് ഇമ്മ ഇവിടെ തള്ളിക്കൊണ്ടുവന്നിട്ട് ഇവിടെ പാത്രം കഴുകണ രീതിയിലാക്കിയത് കേട്ടോ. അകത്താവുമ്പോൾ വെള്ളം എങ്ങനെയായാലും നിലത്ത് കൂടെ ആവും ചെയ്യും, അങ്ങോട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല്ല. അപ്പൊ പിന്നെ ഈ ഒരു ഭാഗത്താവുമ്പോൾ വെള്ളം മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് ഇപ്പൊ വേനലല്ലേ, ഉണങ്ങാൻ ഒരു പ്രയാസമല്ലല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഒരു 12 മണിൻ്റെ ഉള്ളിൽ പാത്രം കഴുകലൊക്കെ ഒന്ന് കഴിക്കണം. ഒരു 12 മണി തൊട്ട് പിന്നെ ഒരു 4 മണി 5 മണി ആ ടൈം വരെ വെയിലേക്കാറ് കേട്ടോ. ആ സമയത്തൊന്നും പാത്രം കഴുകാൻ കഴിയൂല. ബാക്കിയുള്ള സമയത്തൊന്നും അധികം വെയിലുണ്ടാവില്ല കേട്ടോ. ഈ സമയത്ത് ചൂടുണ്ട്, പക്ഷെ അങ്ങനെ അങ്ങോട്ട് വെയിൽ ഉദിച്ചിങ്ങോട്ട് നമ്മൾ പാത്രം കഴുകണ ആ ഭാഗത്തേക്കൊന്നും വരില്ല കേട്ടോ. അപ്പൊ അജു അതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് അത് 2 മിനിറ്റ് കൊണ്ട് ഉണങ്ങിയും ചെയ്തിക്കണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത പണി ഏരിയ ഇറങ്ങാണ്ട് ഇവിടെ നിൽക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓന് വേറെ എന്തെങ്കിലും ഒരു പണി ഞാൻ കൊടുക്കണം. അപ്പൊ ഓന് ഒലിമ്പി തരാന്നൊക്കെ പറഞ്ഞാണ്ട് നിൽക്കണം. അപ്പൊ ഓന് ഒലിമ്പിയ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ ഒലിമ്പാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ശരിക്കും ഒലിമ്പും അങ്ങോട്ടാണ് ആനേന് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓന് വേഗം ഉണ്ട് കേട്ടോ ഫോണ് കാണാൻ. ഫോണും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് കൂടിയിട്ടില്ലെങ്കിൽ ആള് പിന്നെ ഫുൾ ടൈം ഫോണും ഇരിക്കും കേട്ടോ. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉഷാറായിട്ട് ഇതിമകൾ ഇങ്ങനെ പോകും. അപ്പൊ പിന്നെ ഓനെന്നെ പണി തരി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒലിമ്പണ പരിപാടി ഓനെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ 2 പാത്രത്തിലൊക്കെ വെള്ളം കൊടുത്തിട്ട് അങ്ങനെ ഒലിമ്പാനാണ് കേട്ടോ വിചാരിക്കണത്. നല്ലോണം ഒന്ന് കജ്ജുകൊണ്ട് ഇതാക്കിയിരുന്നു. അപ്പൊ അജിക്കുട്ടന് അതിൻ്റെ ഇടക്ക് ഒലുമ്പുണ്ട് കൊണ്ട് കേട്ടോ. 2 പാത്രത്തിൽ വെള്ളമൊക്കെ കൊടുത്തിക്കണ്, ഒരു ബേസിനിലും ഒരു ബക്കറ്റിലൊക്കെ വെള്ളം കൊടുത്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഓനതിൽ 2ലും നല്ല ഉഷാറായിട്ട് ഒലുമ്പടൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടക്ക് ചക്കൊക്കെ ചെയ്ത് നോക്കിനി കേട്ടോ. പിന്നെ സിനിമോന് എണീച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഓൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. ഓന് വല്ല അവിടെ സോപ്പിട്ട് കത്തിക്കാണ്ടൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നത്. ഇതൊക്കെ കാര്യം കാലം മാറ്റിയാണ് അങ്ങനെ പാത്രം കഴുകിയൊക്കെ ഇതൊക്കെ പുറത്ത് ഉണങ്ങാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ സെനിമോനെ തിന്നാൻ കൊടുക്കലും കുളിപ്പിച്ചലും പിന്നെ ഓന് വീണ്ടും ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയത് എന്താ വെച്ചാൽ അജു നിന്നിട്ടില്ലേനോ ആ ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ പാത്രം കഴുകുക. പക്ഷെ ഇന്ന് വീഡിയോയിൽ ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് പാത്രം കഴുകിയത് കൊണ്ട് തന്നെ ആ തെറിച്ച സെബീനപ്പൊടി മൊത്തം ഇൻ്റെ മേത്ത് കൂടെ ആയിന് കേട്ടോ. അതിൽ പിന്നെ അങ്ങനെ സെനിമോനെ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ വേഗം ഡ്രസ്സൊക്കെ
മാറിയിട്ടുണ്ടെങ്കിലും പാത്രങ്ങൾ കുറേ സമയമായിട്ടോ ഇവിടെ കടന്ന് പൊരിഞ്ഞ് ഉണങ്ങി പൊരിയൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ തിണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ആ തവികളൊക്കെ വെക്കണ ആ സാധനമല്ലേ, കൈലാറ്റ അറിയില്ലേ, ആ സാധനം അവിടെ ദൂരാൻ കിട്ടൂല. അപ്പം അതും അവിടെ ഇട്ടൊന്ന് തുടച്ചിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു. പിന്നെ നമ്മുടെ ഈ പാത്രം വെക്കണ സ്റ്റാൻഡൊക്കെ എടുത്തോണ്ട് നിൽക്കണം. ഇനിയിപ്പോൾ ഇത് കയറ് കിട്ടി ഉണ്ടാക്കലാണ് പരിപാടി. അപ്പം ഇതിൻ്റെ കഴിച്ച കയറുണ്ടല്ലോ, ആ കയറെടുത്തിട്ടാണ് ഞാൻ അവിടെ നമ്മുടെ ആ നെറ്റൊക്കെ കെട്ടിയില്ലേ, അത് മുറിച്ചിട്ടാണ് കേട്ടോ നെറ്റ് കെട്ടിയത്. പിന്നെ ഇത് കെട്ടാൻ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കയറാണല്ലോ അവിടെ പോയത് എന്ന് ആലോചിച്ച് പിന്നെ തൽക്കാലിക ഒരു കയറൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നിക്കണം കേട്ടോ. ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, സാധാരണ സിങ്കിന്റെ അടുത്ത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കൂലേ, അതേ ആ സാധനമാണ് കേട്ടോ. ഞാനതിവിടെ പാത്രം വെക്കുന്ന സ്റ്റാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 കൊടുത്ത് കയറ് കെട്ടണം. അതാണിപ്പോൾ ഈ കയറ് കെട്ടാൻ ഞാനിങ്ങനെ കഷ്ടപ്പെടുകയാണ് കേട്ടോ ഒറ്റക്ക്. മറ്റേത് കുഞ്ഞുട്ടിനെ കൊണ്ടാണ് കെട്ടിക്കല്. പിന്നെ ഇപ്പോൾ കുഞ്ഞുട്ടി ഇലക്കയോ പോയിക്കണം. ഇനി വരുന്നവരെ ഒന്നും ഇവിടെ വെച്ചാൽ ശരിയാവില്ല, പാത്രങ്ങൾ മുഴുവനും പൊരിയാണ് കിടന്നിട്ട്. അപ്പം പിന്നെ ഞാൻ തന്നെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഒറ്റക്കേ കയറ് കെട്ടലും കുറച്ച് ഇതാണ് കേട്ടോ. പിന്നെ അജു പാത്രം ഒലുമ്പി തരാനൊക്കെ കൂടി, പക്ഷെ ഇതിന് വിളിച്ചപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ നിർബന്ധിക്കണ്ടെന്ന് വിചാരിച്ച് അപ്പം ഞാൻ തന്നെ ഒറ്റക്ക് പിന്നെ കയറുണ്ടായിരുന്നു, ആ കയറൊന്ന് തുറച്ചിട്ട് ആ കയറിൻ്റെ തന്നെയാണ് കേട്ടോ ബാക്കി കെട്ടിയതും. അങ്ങനെ ഞാൻ സ്റ്റാൻഡ് കെട്ടിയിരുന്നു കേട്ടോ. നേരെയോ ചെരിഞ്ഞോ നേരെ ഒരുവിധമൊക്കെ നേരെ അയക്കണേ. ഇനി നമ്മുടെ പാത്രങ്ങൾ കുറേശ്ശെ വേഗം കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ ആകെ പൊരിഞ്ഞിട്ടുണ്ട്, ഇനി വെയിലുണ്ട്. ആകെപ്പാടെ കലപിലല്ലേ. അപ്പോൾ ആകെ ഇത്ര പാത്രങ്ങളുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൊണ്ട് ഇത്ര കുറച്ച് പാത്രങ്ങളല്ലേ എനിക്കുള്ളൂ. പക്ഷെ ഇന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വലിച്ചിട്ട് ഇത്രയും പാത്രം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയിട്ടോ. അപ്പോൾ ഇതല്ലാതെ കുറച്ചിങ്ങനെ പാത്രങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, വിരുന്നാർ വരുമ്പോൾ എടുത്തെടുക്കാനെ കുറച്ച് പാത്രങ്ങൾ, അങ്ങനെ ഒരു കുറച്ച് പാത്രങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എന്നാലും ഞാൻ മഞ്ച കഴുകിയ കൊടുത്തൊക്കെ ക്ലീൻ ആക്കിട്ടോ. പക്ഷെ മഞ്ച കഴുകണമെന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേനു. അന്ന് വീഡിയോ ഇല്ലാത്തൊരു ദിവസം അത് എടുത്തിഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും വീഡിയോയിൽ പെടാഞ്ഞത്. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിക്കണേ. അപ്പോൾ ഇപ്പം കാണാൻ ഒരു നല്ല രസമല്ലേ. ഒക്കെ ഒന്ന് തോതിത്തറച്ച് വൃത്തിയാക്കിയപ്പോൾ പൊടിയൊക്കെ ഒന്ന് പോയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ. എനിക്ക് ഉണ്ടല്ലോ ക്ലീനിങ് ആണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ പിരാന്താണ്. അല്ല, ക്ലീനിങ് ചെയ്യണത് എനിക്കിഷ്ടമാണ്. അതൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ആ ഒരു ഫൈനൽ ലുക്കില്ലേ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ക്ലീനിങ് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ചാകാനാകും, ഒരു വിധാവും കേട്ടോ. അന്നൊക്കെ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ അടച്ചോനേൻ്റെ പാത്രങ്ങളൊക്കെ എന്തൊരു തുടങ്ങലല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ചൊറുക്കുണ്ടേനു ഈ പാത്രങ്ങൾ. നമ്മൾ കുറേ ദിവസമായിട്ട് അതിങ്ങനെ കഴുകാതെ അല്ല കേട്ടോ. ഇങ്ങനെ എന്നാലും നല്ലോണം ഒന്ന് തേച്ച് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയിട്ട് വരുമ്പോൾ ഒരു പാത്രത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. സ്റ്റീലൊക്കെ അത് വെളിച്ചം കൊണ്ട് ഇങ്ങനെ എളിച്ച് കാട്ടെല്ലാം തുടങ്ങിയിരിക്കണേ. അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയെല്ലാം വെയിൽ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടിക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താന്ന് കാണിച്ചേ. അപ്പോൾ ഇവിടെ അതാ നല്ല പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ നെറ്റ് കൊണ്ടു നിൽക്കണം കേട്ടോ. അപ്പോൾ മേലെ അത് ഇടുകയാണ്, മേലെ ഷെഡിൻ്റെ മുകളിൽ വലിച്ചു കെട്ടാൻ. എന്നാൽ പിന്നെ വല്ലാതെ ചൂട് കുറച്ച് കുറയും, എന്നാലും ചൂടുണ്ടാകും കുറയും എന്നൊരാശ്വാസത്തിൽ അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ കയറ് കെട്ടിക്കാണ്ടേ കുപ്പിൻ്റെ അവിടെ കയറ് കെട്ടിയിട്ട് എറിയാം. അപ്പോൾ നമ്മൾ മരത്തുമ്മക്ക് എന്നിട്ട് അപ്പം നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് കല്ല് കെട്ടി എറിയൂലേ കയറ് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അതിന് പകരം കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് എറിയാം.
അപ്പോൾ ജനിക്കുട്ടന് അതിൻ്റെ ഇടയ്ക്ക് എണീച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ പോയി എന്ന് പറഞ്ഞില്ലേ തുള്ളിമരുന്ന് കൊടുക്കാൻ. ആ സമയത്ത് ജനിക്കുട്ടനെ മൊട്ടയാക്കുകയും ചെയ്തീന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജനിക്കുട്ടനെ ഇതായി എണീച്ച് ഇപ്പച്ചി കാട്ടണതൊക്കെ ഇങ്ങനെ കാണുകയാണേ. അപ്പോൾ കമൻറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജനിക്കുട്ടൻ്റെ കണ്ണിന് ഒരു കണ്ണ് വലുതും ഒരു കണ്ണ് ചെറുതും ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓന് ചെറുപ്പത്തിൽ തന്നെ കാഴ്ച ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിലൊന്നും വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. ആൾക്ക് കാഴ്ചക്കൊന്നും വലിയ കുഴപ്പമില്ല. ഒരു കണ്ണിന് ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വലിപ്പം ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ വലിയതാവുമ്പോൾ മാറി വരും ചെയ്യും. ചിലപ്പോൾ അത് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. ആളെ ലെൻസിനൊന്നും പ്രശ്നമല്ല, കണ്ണിന് കാഴ്ച കമ്മിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 2 വയസ്സോ 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണയോ കോയമ്പത്തൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ അവിടെ എവിടേക്കോ ഉള്ളല്ലോ അതിൻ്റെ ഡോക്ടേഴ്സ്. അപ്പോൾ കുട്ടികൾ കണ്ണിൻ്റെ ഡോക്ടർമാരിൽ തന്നെ പീഡിയാട്രിഷ്യന്മാരുണ്ടാവുന്നു. കുട്ടികളുടെ മാത്രം നോക്കുന്ന സ്പെഷ്യലിസ്റ്റുകളെ ഓലെ കാട്ടണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കണ്ണിന് കാഴ്ച കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അതോന് വലുതായി വരുമ്പോൾ ശരിയാവും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയതായി വരുമ്പോൾ ശരിയായി വരട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഓന് കാലിനും കണ്ണിനും ഒക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കുറച്ച് നീണ്ടൂല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ അത്രയും ലോങ് ആയപ്പോൾ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ അയച്ച് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.